തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. സങ്കീർത്തനങ്ങൾ 34:19. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ദൈവകൃപയിൽ നിന്നും വീണുപോയ മനുഷ്യജാതിക്ക് ജീവിതാംശമായി ലോകാന്ത്യത്തോളം നേരിടുവാനുള്ള അനിവാര്യ ഘടകം ഒന്നേയുള്ളൂ: കഷ്ടത. എന്നാൽ മനുഷ്യരക്ഷയുടെ പശ്ചാത്തലത്തിൽ അതിന് ഒരു നവമായ അർത്ഥവും മാനവും കൈവന്നിട്ടുണ്ട്. കഷ്ടതകൾക്ക് അധീനരാകുന്നത് അധർമ്മികൾ മാത്രമല്ല, ധാർമ്മികൾക്കും അല്ലാത്തവർക്കും പൊതുവെ ഭവിക്കുന്ന ജീവിതാനുഭവം തന്നെയാണത്. ആർക്കും അതിൽ നിന്നും ഒഴികഴിവില്ല. ഏറ്റവും ഗുരുതരമായ കഷ്ടത ഏറ്റുവാങ്ങിയത് ദൈവപുത്രൻ തന്നെയാണല്ലോ. ശാപമായി കരുതപ്പെട്ടിരുന്നതിനെ ദൈവം ഇടപെട്ട് അനുഗ്രഹമാക്കി പരിഗണിച്ചു എന്നുള്ളതാണ് ആശ്വാസപ്രദമായ സുവിശേഷം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യം, അവയൊക്കെയിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ്റെ വചനം വളരെ പ്രസക്തമാണ്. ഈ പരിണാമത്തിന്റെ സൂചനയാണിത്. സഹനത്തിന്റെ സനാതന ദൃഷ്ടാന്തമായ ഇയ്യോബ് ഈ പാഠം ഗ്രഹിക്കാൻ കുറേ സമയമെടുത്തു. സാധാരണ മനുഷ്യന് ഗ്രഹിക്കാൻ എളുപ്പമുള്ളതല്ല ഇത്. കഷ്ടതകളും നഷ്ടങ്ങളും ആഘാതങ്ങളും ഉണ്ടാകുമ്പോൾ മനസ്സ് തകർന്നു പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ തരണം ചെയ്യാൻ വഴി തുറക്കുകയും ഇരുളിൽ വെളിച്ചമുദിക്കുകയും ചെയ്യുമെന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ധൈര്യമാണ്. വഴി തുറക്കുന്നത് ദൈവം നിശ്ചയിക്കുന്ന സമയത്തുള്ള വിധത്തിലും ആയിരിക്കും. ആ അനുഭവത്തെ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണം. യാതൊരു മനുഷ്യനും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒഴിവില്ല. എന്നാൽ പലരും പല രീതിയിലായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുന്നത്. കഷ്ടതയുടെ മധ്യത്തിൽ നാം എടുക്കുന്ന ചില നിലപാടുകൾ അത് ശ്ലാഘനീയമാണ്. കഷ്ടതയോടുള്ള നമ്മുടെ മനോഭാവം, കഷ്ടതയോടുള്ള നമ്മുടെ ജീവിത അനുഭവം അത് വളരെ പ്രസക്തമാണ്. അത്തരം സന്ദർഭങ്ങളിൽ തീർത്തും ഭഗ്നാശരാകുന്നവരാണ് മനുഷ്യർ. അക്കാലത്തിൽ ദൈവത്തെ പഴിക്കുന്നവരുണ്ടാകും. ഇനി ഈ ജീവിതം എന്തിന് എന്നുപോലും ചിന്തിക്കുന്നവരും ഈ ലോകത്തുണ്ട്. ഇത്തരം വൈതരണികളെ തരണം ചെയ്ത് അതിജീവിക്കുന്നവർ നന്മയിൽ കൂടുതൽ ഉറയ്ക്കാനാണ് സാധ്യത. ഈ ജീവിതാനുഭവങ്ങളുടെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് സമാധാനം, ശാന്തി, സന്തോഷം ഇത്യാദി പദങ്ങളെ നിർവചിക്കേണ്ടത്. ആരോഗ്യമെന്നാൽ രോഗമില്ലാത്ത അവസ്ഥ എന്നർത്ഥമില്ല. സമാധാനമെന്നാൽ കഷ്ടതകളും ദുരിതങ്ങളും ദംശിക്കാത്ത ജീവിതമെന്നും അതിനെ ഗണിക്കാൻ പറ്റില്ല. കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ സമാധാനം അനുഭവിക്കുകയും ലൗകികമായ സുഖസൗകര്യങ്ങൾ നുകരുന്നവർ സമാധാനമില്ലാത്തവരുമായി കാണപ്പെടുകയും ചെയ്തത് വിരളമല്ല. അപ്പോൾ സന്തോഷം, സമാധാനം എന്നീ പദങ്ങളെ നാം പുനർനിർവചിക്കേണ്ടി വരും. കഷ്ടതയുടെ കാലത്ത് ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല എന്നത് പരമാർത്ഥമാണ്. ഒരുപക്ഷെ തൻ്റെ സ്നേഹം അധികം നുകരാൻ അത് ഉപകരിച്ചേക്കാം. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർക്കാണ് കിരീടം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കൊടുങ്കാറ്റ് കണ്ട് പരിഭ്രമിക്കേണ്ട, നിങ്ങൾ എന്തിനു ഭയപ്പെട്ടു എന്ന വിചിത്രമെന്ന് തോന്നുന്ന ചോദ്യം യേശു തമ്പുരാൻ തന്നെ ശിഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 138:7, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. 1 പത്രോസ് 4:12, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്രേ വേണ്ടത്. പ്രിയമുള്ളവരെ, കഷ്ടതയുടെ നടുവിൽ നാം ഒറ്റയ്ക്കല്ല. നമുക്ക് വേണ്ടി കാൽവറിയിൽ പീഡകൾ അനുഭവിച്ച, നമുക്ക് വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ അവസാനത്തുള്ള രക്തവും ചീന്തിയ, നമുക്ക് വേണ്ടി കാൽവറിയിൽ മുറിവേറ്റവൻ, ആണിപ്പഴുതുകളേറ്റവൻ, അവൻ നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ധൈര്യമായിരിക്കാം, സമാധാനമായിരിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ആമേൻ.